പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരും. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000 മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങള് നിനക്കും ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികള്, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങള്, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങള്, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാമോ? ധൂർത്തപുത്രൻ്റെ പുനർവായന തുടരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ? അതായത് അപ്പം പറയണ വാക്കാണ്. എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തൊരു വാക്ക് അപ്പം പറയേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇപ്പം എന്നോട് കൂടെ നിങ്ങളും എന്നോടുകൂടി ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞില്ല, ഈശോ പറഞ്ഞില്ലേ? അത് നിത്യത വരെ ഓഹരിയാക്കുമെന്നാണ് പറയണത്. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്താണ്? നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ദൈവം നോക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കത് കിട്ടിയ ഇത് കിട്ടിയ എന്നല്ല നോക്കണത്, മറിച്ച് നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത്. ദൈവം എന്ത് തരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകണം. അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ദൈവ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദൈവ താല്പര്യത്തിന് എതിരായിട്ട് ദൈവം ചെയ്യത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് തന്നാലും നാളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ആ അനുഗ്രഹം തരുമോ? അപ്പം ചില അനുഗ്രഹങ്ങൾ തരാതിരിക്കുമ്പോൾ തരാത്ത അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയണം. ധൂർത്തപുത്രന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത കണ്ടില്ലേ? കാര്യം കൊടുക്കാതിരുന്നൊരു കാര്യമില്ല. അവൻ കൊടുത്തില്ലേലും പോവും, കൊടുത്താലും പോവും. ധൂർത്തപുത്രന്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ്? അവൻ കൊടുത്തില്ലേലും പോകും, കൊടുത്താലും പോകും. അവന്റെ മനസ്സിരിപ്പ് അപ്പനല്ല, അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്താ? തന്നാലും തന്നില്ലേലും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതാണ് മൂത്ത മകൻ. എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോടുകൂടെ ഉണ്ടല്ലോ. എന്താണ് എന്ന് അപ്പനെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ആ ആ ഇളയ മകൻ വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്പനാണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ഇളയ മകൻ വന്നിട്ടേ അവനെന്തെല്ലാം അവൻ്റെ അപ്പനെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെ വിളിക്കാൻ യോഗ്യനല്ല, ദാസനായ കാണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പനവനെ കെട്ടിപ്പിടിച്ച സത്യമാണ്. പക്ഷെ വിളിച്ചൊരു വാക്ക് പറയണമല്ല. അന്ന് നാവിറങ്ങിപ്പോയ അപ്പൻ ഇപ്പൊ ഈ ഇളയ മൂത്ത മകൻ അവന്റെ സ്വന്തം രക്തം പോണ പോലെ അവൻ കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടല്ലേ എന്തെല്ലാം സംസാരിച്ചത്? എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോട് കൂടി ഉണ്ടല്ലോ. പിന്നെ ഒരു വാക്ക് പറഞ്ഞ്, ഏത് കൊടുത്ത കാളക്കുട്ടി കൊടുത്ത് കൊന്നാലും, ഏത് മോതിരം കൊടുത്താലും, ഏത് ചെരുപ്പ് കൊടുത്താലും നിനക്കുള്ളത് നിനക്ക് തരുന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്ന. കർത്താവിന്റെ കഥ എന്തും ബാലൻസ്ഡ് ആണെന്ന് അറിയാവോ? ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഇന്ന് കൈ കിട്ടണില്ലെന്നേ ഉള്ളൂ, നാളെ വരെ പ്രസാദമായി ദൈവത്തെ തന്നെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അവൻ അത് അമർത്തിക്കുരുക്കി നിറച്ചളന്ന് കൃപയവൻ നിന്റെ മടിയിലോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രത്യാശയോടെ ജീവിക്കാൻ മുൻപുകാലം നമ്മളെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അപ്പോൾ ഈ നാഥാനിയയിലേക്കാണ് പറയുന്നത് യാക്കോബിനെ കുറിച്ച്. നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്ത്. ഇവർ ആദ്യം ഇത് വെളിപാട് വന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ. ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ
അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. ഇപ്പം സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതൊരു നമ്മൾ വിശ്വസ്തത, ദൈവസ്നേഹം, ആനപൂനൊക്കെ പറയുന്നാലും അവസാനം വന്ന് ഇറങ്ങി നിൽക്കുന്നത് കാപട്യത്തിലാണേ. കപടത ഉൾക്കൊള്ളാൻ പറ്റാതെ, ഹിപ്പോക്രസി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പം നീ അതാണ്, നീ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണ് തണുപ്പ്. ഇപ്പം ചൂട് കൊടുക്കേണ്ട പാട്ട് ചൂട് കൊടുക്കും, തണുപ്പ് കൊടുക്കേണ്ട പാട്ട് തണുപ്പ് കൊടുക്കും. അങ്ങനെയല്ല. ഇപ്പം ചിലരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരി, ഇപ്പോൾ തന്നെ ഇവിടെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മലയാളി നേഴ്സിന് ഹമാസ് വെടിവെച്ച് കൊന്നു, മിസൈൽ വീണ് ചത്ത്. അവർ മലയാളിയാണ്. അവരുടെ ബോഡി ഇവിടെ വന്നപ്പോൾ ഈ അണ്ണന്മാരാരും പോയില്ലല്ലേ. അപ്പം മനുഷ്യത്വത്തെക്കാൾ ഉപരി അതേസമയം തന്നെ ഈ മലയാളി നേഴ്സിനെ ഇസ്രയേൽക്കാരാണ് എൻ്റെ മിസൈൽ വീണാണ് മരിച്ചെങ്കിലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇവിടെ. മന്ത്രിയും മന്ത്രിയുടെ ഭാര്യയും മക്കളും എല്ലാം അവിടെ പോയി കിടന്ന് കരയണ കാണാം. അപ്പോൾ ഒരു മനുഷ്യത്തിനേക്കാൾ വലിയൊരു കാപട്യമുണ്ട് ഇതിന്. അതുകൊണ്ടാണ് അതെല്ലാം എന്തിനു ബേസ് ചെയ്ത് പോകണതാണ്, മജോറിറ്റിയുടെ വോട്ടിനെ ബേസ് ചെയ്ത് പോകണതാണ്. മജോറിറ്റി വോട്ട് ബേസ് ചെയ്ത് പോകണതാണ്. അപ്പോൾ ഈ മജോറിറ്റി വോട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ വോട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവർക്ക് ഒരു ദൈവവിശ്വാസിയാകാൻ വലിയ പാടായിരിക്കും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇപ്പോൾ ക്രിസ്ത്യൻസാണ് ഇത് കാണിച്ചെങ്കിലും അവർ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം ജനങ്ങളുടെ വിഷയത്തിൽ ആ വിഭാഗത്തിൻ്റെ ജനാധിപത്യ ക്രമത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയെ കാണിക്കണത്. എല്ലാവരും കാണിക്കണത്. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും സുവിശേഷ വിഹിതമായി നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും. അതെന്തുകൊണ്ടാണ്? ഇസ്രയേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യണത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യണതല്ല. സഭയുടെ ഒരു നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലേ. എവിടെയാണ് അനീതി കാണുന്നത് അവരെ നമ്മൾ ഇപ്പം രണ്ടും ഒരേ സമയം തന്നെ വിമർശിക്കപ്പെടേണ്ട രണ്ടുപേർക്ക് രണ്ട് വിഷയങ്ങളുണ്ടാവും. അതായത് ദൈവതിരുസന്നിധിയിൽ ഇതെല്ലാം സുവിശേഷം സ്വീകരിക്കേണ്ട ആവശ്യകതയാണ് കാലം വെളിവാക്കി തരണത്. ദൈവതിരുസന്നിധിയിൽ വൃത്തിമനോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യവും നിഷ്കപടതയെന്ന് പറയണത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയണത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നഥാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യണത്.
അതിൻ്റെ അർത്ഥം ദൈവദൃശ്യനിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം. കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങൾ നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. എന്നാൽ തന്നെ നമ്മൾ 50% വിജയിച്ച് കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, എന്താണെന്ന് നോക്കിയേ. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഈ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ മാർച്ച് 27 ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറി വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ തല കറങ്ങി വീണു. വണ്ടിയുമായിട്ട് റോഡിലേക്ക് വീണ് വണ്ടി കറങ്ങി എൻ്റെ കുറേ മുറിവുകളും ഒക്കെ ആയി. അവിടെ എനിക്കൊരു ഹോസ്പിറ്റലിൽ പിന്നീട് അഡ്മിറ്റ് ആകേണ്ടി വന്നു. കുത്തിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലിന് ചതവുണ്ട്. അപ്പോൾ അങ്ങനെ കാലൊക്കെ അങ്ങ് നീര് കയറിക്കൊണ്ടു. മുറിവ് ഉണങ്ങുന്നില്ല, പഴുക്കുന്ന അവസ്ഥ. അപ്പോഴേ ഷുഗർ ഉണ്ടോയെന്ന് അവർ ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ, അതുവരെ എനിക്ക് ഷുഗറൊന്നും ഇല്ലായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ 229 കാണിച്ചു. അപ്പോൾ ഷുഗർ ഉണ്ട് എന്നുള്ള കാൽക്കൂട്ടിൽ. അന്ന് ഉച്ചയ്ക്ക് ഒരു ടാബ്ലറ്റ് ഉണ്ടെന്ന് ഞാൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. എനിക്കത് ഗ്ലൂക്കോമീറ്ററിലെ ഇതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ FBS എടുത്ത് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ PPBS, അത് കഴിഞ്ഞ് ഷുഗർ ഉണ്ടായിരുന്നോ എന്ന് തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നെ HbA1c അങ്ങനെ ഒരു ടെസ്റ്റ് കൂടെ നടത്തണം. അത് കഴിഞ്ഞ് ആ റിസൾട്ട് ഡോക്ടർ വൈകുന്നേരം വരുമ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ തുടങ്ങാം. അത് കഴിഞ്ഞ് ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ആയിട്ട് പോകാം എന്നൊക്കെ ഈ കഴിഞ്ഞ ഓശാന ഞായറിൻ്റെ തലേശനിയാഴ്ച എന്നോട് പറഞ്ഞു. അപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റില്ല. കാരണം എനിക്ക് കാലം നിലത്ത് കുത്താൻ പോലും വയ്യ. വാക്കറിൻ്റെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്കൊന്ന് പോകുന്നത്. ആ ഹോസ്പിറ്റലിലെ റൂമിലെ ബാത്റൂമിലേക്ക് ഞാൻ പോകുന്ന വാക്കറിൻ്റെ സഹായത്തോടെ. എനിക്ക് കാലെടുത്ത് ഭയങ്കര വേദന, നീര് കയറി കൊള്ളുന്നു, ഭയങ്കര മുറിവ് പഴുക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. പക്ഷേ അന്നേരം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു, കൃപാസനം അമ്മയ്ക്ക് എനിക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. കൃപാസന അമ്മ ഈശോ കൃപാസന അമ്മ വഴിയായി എന്നെ സുഖപ്പെടുത്തും. ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു വീട്ടിൽ പോകാൻ. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ആദ്യം പറഞ്ഞേ ഡിസ്ചാർജ് വാങ്ങി നമുക്ക് വീട്ടിൽ പോകാം. കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി, അമ്മ അത് എനിക്ക് സുഖപ്പെടുത്തി തരും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ കിടന്നാൽ അവർ പറയുന്നത് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം, സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. സ്റ്റിച്ച് എടുക്കണമെങ്കിൽ ഈ മുറിവൊക്കെ പഴുത്തു വരുന്ന മുറിവെല്ലാം വാടി എൻ്റെ നീരൊക്കെ കുറഞ്ഞ് ഇവർ ഷുഗറിൻ്റെ മരുന്നും ഒക്കെ തന്ന് ആ ഒരു ലെവലിലേക്ക് അന്ന് കഴിയുമ്പം അതെന്നായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാനും അവിടെ കുറേ കാര്യങ്ങൾ നടത്താൻ ഞാൻ മാത്രമേ ഉള്ളൊരു സ്ത്രീയായിട്ട്, പിന്നെ ജീവിത പങ്കാളിയും മകനും മാത്രം.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരിക. എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും ഒക്കെ കല്ലറയെങ്കിൽ ദുഃഖശനിയാഴ്ച ഒരു പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ എനിക്ക് അവിടേക്ക് കടന്നു വെല്ലണം. അതിന് അവിടെ കടന്നാൽ എനിക്ക് സാധിക്കത്തുമില്ല. കാരണം പിറ്റേ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സ്റ്റിച്ച് എടുക്കുന്നത്. അത് കഴിഞ്ഞേ എനിക്ക് വരാനും പറ്റത്തുള്ളൂ. എൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവരെനിക്ക് ഡിസ്ചാർജ് തന്നു, വിട്ടു കഴിഞ്ഞ് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കൃപാസന അമ്മ എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യം എനിക്ക് സാധ്യമാക്കി തന്ന് എന്നെ ആ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ച വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഇതും ഈശോയോട് പറഞ്ഞ് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. ഞാൻ വിശ്വസിച്ചിരുന്നു, വിശ്വാസത്തോടെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഈ നിയോഗവും ഞാൻ വെച്ചിരുന്നു. ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പം സ്റ്റിച്ച് എന്തായാലും എടുക്കണം. അതുകൊണ്ട് തൊട്ടടുത്തൊരു ഹോമിയോ ക്ലിനിക്കുണ്ട്. അവിടെ ആ ഡോക്ടറിനെ ഞാൻ കണ്ടു. എനിവേ എന്തായാലും പറഞ്ഞ ദിവസം തന്നെ സ്റ്റിച്ച് എടുത്തു. അവിടെ എൻ്റെ മുറിവ് താണ്ട് അതിനുശേഷം പഴുത്തൊരനുഭവം. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മുറിവ് പഴുക്കുന്നില്ല. അതോ ചൊട്ടി മുറിവുകളെല്ലാം കയ്യിലെ ഇവിടെയൊക്കെ തൊലി വാർന്ന് പോയി ചേന ചെത്തിയ മാതിരി ഇരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇവിടെ ആ തൊലി ഇളകി പോയി, ആ മുറിവ് ഈ രീതിയിലായി. അതുപോലെ തന്നെ കാലുമെല്ലാം സുഖപ്പെട്ടു. ഇപ്പോൾ കാലിൻ്റെ താഴെ മാത്രം അവിടെ എല്ലിന് ചതവുണ്ടെന്ന് പറഞ്ഞു. നിൽക്കരുത്, അധികം നിൽക്കരുത്, കാല് തൂക്കിയിട്ടിരിക്കരുതെന്നൊക്കെ എന്നോട് ഈ ഡോക്ടറും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയണം. മോൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറയണം, അമ്മയുടെ അടുത്തേക്ക് വരണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾ മൂവരും കൂടെ ഇങ്ങോട്ട് വന്നു. സ്കൂട്ടറിനാണ് വന്നത്. ഇന്ന് ഞാൻ സ്കൂട്ടർ ഓടിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. കൃപാസന അമ്മയാണ് ഇവിടെ കൊണ്ടുവന്നത്. അമ്മയുടെ എൻ്റെ ജീവിതത്തിലുള്ള പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ മറ്റു പലരോടും പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവരും കൃപാസനത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇവിടേക്ക് കടന്നു വരുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അനുഗ്രഹം ചൊരിയപ്പെടാനും ഇടയാക്കിയ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. ജേക്കബ്, ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ മെഴിവേലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 29/4/2019 ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഈ 3ാമത്തെ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് ഒരിക്കൽ കൂടി അവസരം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് 29/3 ഞാൻ വന്ന് ഈ 2023 വന്നു. എൻ്റെ ഉടമ്പടി പുതുക്കി, അതായത് 10ാമത്തെ പുതുക്കൽ. എൻ്റെ വെച്ചിരുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ വീണിട്ട് എൻ്റെ നട്ടെല്ലിന് ശരിക്കും കണ്ണിക്കകൽച്ച് നടുവിന് വേദനയായിരുന്നു. എൻ്റെ എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നട്ടെല്ല് വളഞ്ഞിരുന്നിട്ട് ബെൽറ്റിട്ട് നടക്കാൻ പറഞ്ഞു, മരുന്നുകൾ എടുക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ആ സമയം തൊട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. ശരി, ഡോക്ടർ പറഞ്ഞത് എത്ര നാൾ ഈ ബെൽറ്റ് ഉപയോഗിക്കാൻ പറയുമെന്ന് പറ്റത്തില്ല. ശരിക്കും 5-6 ഗുളികകൾ ഈ ബെൽറ്റുകളൊക്കെ ഉപയോഗിച്ചെങ്കിലേ കുറയത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പോകുന്ന തൊട്ട് അമ്മ കൂടെ വന്നു ഭയങ്കര സൗഖ്യം തന്നു. 29-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 30-ാം തീയതി പോയി വിശുദ്ധ കുമ്പസാരം ചെയ്തു. 31-ാം തീയതി തൊട്ട് പള്ളിയിൽ പോയി ആരാധനയിലൊക്കെ സംബന്ധിച്ചു. ഭയങ്കര ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്ന വ്യക്തി അന്നിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഓട്ടോറിക്ഷയിൽ ബെൽറ്റിട്ട് 10 മണിക്കൂർ പില്ല വെച്ച് വന്ന ഞാൻ ഇന്ന് ബസ്സിന് കയറി. ഇവിടെ ഒരു ബെൽറ്റില്ല, ഒന്നുമില്ല. ഇതെനിക്ക് എൻ്റെ ദൈവം തന്ന സൗഖ്യം, എൻ്റെ അമ്മ പരിശ്രമയുടെ മാധ്യസ്ഥാൽ കിട്ടിയ സൗഖ്യമാണ്. ഈ 8-ാം തീയതി അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു 10-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഞാൻ ഈ കൃപാസനത്തിൽ വരണം, ഇത് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അതിനുവേണ്ടി മാത്രം ഞാനിവിടെ വന്നാണ്. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഫാസ്റ്റിംഗ് ആണ്. വെള്ളം മാത്രം കുടിച്ചുകൂടെ നിൽക്കുന്നെങ്കിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് അനേകായിരങ്ങളുടെ ഒരു ആശ്വാസ കേന്ദ്രമാണ്. ഉടമ്പടി ഉടനടി പരിഹാരം. ഇവിടുത്തെ ശരിക്കും ഫാദർ ഈ പി ജോസഫ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനേകായിരങ്ങൾക്കൊരു ആശാകേന്ദ്രമാണ്. ഇവിടെ ഉടമ്പടി ഇരിക്കുന്ന എല്ലാവരും തന്നെ അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പം ഞാൻ നേർച്ച വസ്തു മാത്രം, ഉടമ്പടി തൈലം മാത്രം പുരട്ടി അമ്മ സൗഖ്യം തരുമെന്ന് പറഞ്ഞിട്ട് ഓയിൻമെൻറ്റ് പുരട്ടും. ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓയിൻമെൻറ്റ് ഞാനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അമ്മയുടെ തൈലം മാത്രം പൂട്ടി എനിക്ക് സൗഖ്യം ലഭിക്കുകയാണ്. ബെൽറ്റ് ഞാൻ ഒരാഴ്ച പോലും കെട്ടിയിട്ടില്ല. ഇപ്പം പള്ളിയിൽ പോവും, എനിക്കൊരു പ്രശ്നമില്ല. ഭയങ്കര ആക്റ്റീവായിട്ട് അമ്മ ഇന്നിവിടെ കൊണ്ടുവന്നു. അതിലും വലിയൊരു അത്ഭുത സാക്ഷ്യമുണ്ട്. ഞാൻ ശരിക്കും 2019 ഉടമ്പടി എടുക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. 2010 തൊട്ട് ഞാൻ നേരത്തെ തൊട്ടേ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ജീവനാണ്. അപ്പോൾ 2010 മസ്കറ്റിൽ നിന്ന് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ നാട്ടിൽ ചേർക്കാൻ വന്ന പെട്ടെന്ന് തന്നെ ഒരു ദിവസം രാത്രി കടന്ന് എനിക്ക് ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ ഞാനങ്ങ് പോകുന്നതായിട്ടാണ് കാണുന്നത്. വെളുപ്പിന് 5:30 ആയപ്പോൾ അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് 10/4/2010 ഞാൻ ഈ സംഭവം നടക്കുന്നു. ഇന്ന് 13 വർഷമായി ഇവിടെ വന്നെങ്കിൽ ഇത് അനേകാര്യങ്ങളോട് എനിക്ക് പറയണമെങ്കിൽ അമ്മ അന്ന് തൊട്ട് എൻ്റെ കൂടെയുണ്ട്. ഞാനെന്ന വ്യക്തിക്ക് ഒരു കഴിവൊന്നുമില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ വരുമ്പം പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. കാരുണ്യ പ്രവർത്തനം എനിക്ക് വേണമെന്ന പോലെ ചെയ്യും. ശരിക്കും ഈ അറിഞ്ഞവരെ വിശ്വാസത്തിൽ മീൻസ് അവരെ അറിയിക്കാത്തവരെ അറിയിക്കാമെന്ന് പറയാൻ എനിക്ക് അതിൻ്റെ കൃപ കിട്ടും. എവിടെ പോയാലും ഞാൻ എൻ്റെ അമ്മയെ കൂട്ടുവിളിച്ചാണ് കൊണ്ടുവന്നത്. ശരിക്കും ഈശ്വരൻ്റെ, അതായത് 8-ാം തീയതി വെളുപ്പിനെ 3 മണിക്ക് അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് എന്നോട് പറയാണ്, നീ 10-ാം തീയതി കൃപാസനത്തിൽ വന്ന് നീ എന്നെ സാക്ഷ്യം പറയണം. എന്തൊക്കെയാണ് പറയുന്നത് പറഞ്ഞാൽ ചെവിയിരുന്ന് പറയുന്ന പോലെ അന്നോട്ട് ഇന്ന് വരെ അമ്മ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും പറയുന്നു. അതപ്പോൾ സംസാരിക്കുന്നത് ഞാനെന്ന വ്യക്തിയല്ല, എന്നിലുള്ള അമ്മയുടെ ഒരു ഇതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ പരിസ്ഥ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, സ്തോത്രമെന്നു. 20/4/2021 ഞാൻ ഉടമ്പടി വന്നെടുക്കുന്നത്. ആദ്യത്തെ നിയോഗത്തിൽ വെച്ചിരുന്നത് ഹസ്ബൻഡിനൊരു ജോലിക്കായിട്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്നു. ഓട്ടോ എടുത്തത് തന്നെ കടത്തിലായിരുന്നു. അതിൻ്റെ കടം വീട്ടാനൊന്നും സാധിച്ചിരുന്നില്ല. ഞങ്ങൾ 7 അംഗങ്ങളുള്ള കുടുംബത്തിൽ 7 അംഗങ്ങളുണ്ടായിരുന്നു. അതിനുള്ള ചിലവ് തന്നെ ഓട്ടോ ഉള്ള വരുമാനം കൊണ്ടായിരുന്നു. അതുകൊണ്ട് കടം വീട്ടാനൊന്നും സാധിക്കാതെ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ജോലിക്ക് വേണ്ടി ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അങ്ങോട്ട് തേടിപ്പോകാതെ തന്നെ അമ്മ മാതാവ് ഇങ്ങോട്ട് ജോലിക്ക്, വിദേശത്ത് ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് ഒരു ഏജൻറ്റ് വിളിച്ചു. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജോസഫച്ചൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 26 ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. ആ ഡേറ്റിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് കയറി പോവാൻ സാധിച്ചു. അമ്മ മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമതായി, എനിക്ക് 3 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയത് ആദിത്യ. അവൾക്ക് 6 വയസ്സുണ്ട്. ഉണ്ടായപ്പോൾ മുതൽ നെഞ്ചിൻ്റെ മുൻഭാഗം അങ്ങനെ ഉന്തിയാണ് നിന്നിരുന്നത്. അപ്പോൾ പനി വരുമ്പോഴും ഒക്കെ ഓരോന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ അപ്പം ഞങ്ങളും ചോദിക്കും, എല്ലാവരും കാണുന്നവരൊക്കെ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ഉന്തിയിരിക്കണേ, നെഞ്ചിൻ്റെ മുൻഭാഗം എന്താ ഇങ്ങനെ ഉന്തിയിരിക്കണേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ചെല്ലുന്ന ഡോക്ടറിനോട് ഞങ്ങൾ ചോദിക്കും, ഡോക്ടർ ഇത് മാറുമോ? അപ്പോൾ ഡോക്ടർ പറയും, മാറിയില്ലെങ്കിൽ മാറുമെന്ന് നമുക്ക് നോക്കാം, കുഞ്ഞതല്ലേ, കൊച്ചല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലോ കുട്ടികളുടെ ഡോക്ടറിനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു, കൊച്ചിൻ്റെ ഉന്തിയ നെഞ്ചുഭാഗം നേരെയാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, യോഗം വെച്ചു. പിന്നെ ഉടമ്പടി തൈലം വെച്ച് എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവളുടെ നെഞ്ച് ഉന്തിയിരിക്കുന്ന ആ ഭാഗം സാധാരണ പോലെയാക്കി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. വേറെ ഹോസ്പിറ്റലുകളിലൊന്നും അതിനായിട്ട് ചികിത്സയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല. മൂന്നാമതായി, ഹസ്ബൻഡിന് വിദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് കമ്പനി പറഞ്ഞു. പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിക്ക് ഒരു പേടിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നീ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ
അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ സാക്ഷ്യം പറയണമെന്ന് ഹസ്ബൻഡ് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അതിൽ കൂടുതലാണ് ഞങ്ങൾക്ക് ഉടമ്പടി നിയോഗം വെക്കാത്ത കാര്യങ്ങളാണ് ഒരുപാട് നടന്നിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് അണപ്പല്ലിന് വേദനയുണ്ടായിരുന്നു. വേദന വന്നപ്പോൾ ഞാൻ പല്ലെടുക്കണമെന്ന് പറഞ്ഞു. ദന്തിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പല്ലെടുക്കണമെന്ന് പറഞ്ഞു. അത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കീറി എടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പല്ലെടുപ്പിച്ചു കഴിഞ്ഞ് അപ്പോൾ ഡോക്ടറിൻ്റെ പല്ലെടുക്കണ സമയത്ത് ഡോക്ടറിൻ്റെ കൈ ഇങ്ങനെ തെറ്റി കവളിൻ്റെ ഭാഗത്ത് വലിയൊരു മുറിവ്, ആ പല്ലെടുക്കണതിൻ്റെ ആ ഭാഗത്ത് തന്നെ വലിയ ആഴത്തിൽ മുറിവുണ്ടായി. ഒരുപാട് ബ്ലഡ് പോയി. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞില്ല. ഒരുപാട് ബ്ലഡ് ഒത്തിരി വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ മുറിഞ്ഞതെന്ന് അവർ പറഞ്ഞില്ല. പിന്നെ സ്റ്റിച്ചിട്ട് ഇങ്ങ് പോന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ എൻ്റെ മൂത്ത കൊച്ചുണ്ടായിരുന്നു, എൻ്റെ കൂടെയാണ് വന്നത്. വീട്ടിൽ വന്ന് കയറിയപ്പോഴേ ബ്ലഡ് ഒരുപാട് പോയതാണ്. ഞാൻ ബോധം കേട്ട് ഒറ്റ വീഴ്ച. കൊച്ചും പേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഛർദിലും തലകറക്കും ഒക്കെ. പകൽ പോയി എടുത്തതാണ്. രാത്രിയിൽ പാതിരാത്രി വരെ ഛർദിലും തലകറക്കുമായിട്ട് എഴുന്നേക്കാൻ പോലും വയ്യ. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു എന്നാൽ വേറെ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ, പിന്നെ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത്, നമുക്ക് നാളെ രാവിലെ വല്ലതും പോകാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ കിടന്നു. രാവിലെ പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ ആയപ്പം വലിയ കുഴപ്പമില്ല. ഗുളിക തന്ന വേദനയ്ക്കുള്ള ഗുളികയൊക്കെ കഴിക്കണുണ്ട്. 3 നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ 7 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ ചെന്ന്